മാജിക് അവനിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഒരു പ്രത്യേകതരം വേനൽക്കാലമാണെന്ന് പറയാം. സമ്മർ എന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും സമ്മറും വിൻ്ററും റെയിനി സീസണും അതായത് മൺസൂണും ഒക്കെ നമുക്ക് മാറി മാറി വരുന്ന ആൾക്കാർ തന്നെയാണ്. എങ്കിലും ഇതുപോലൊരു വേനൽക്കാലം നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ടോ എന്ന് സംശയമാണ്. കാരണം കേരളത്തിന് അത്ര പരിചിതമായ ഒരു വേനലല്ല ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്നത്. അത്രയ്ക്ക് ചൂടാണ്. കാര്യം എങ്ങോട്ട് തിരിഞ്ഞാലും ഇപ്പോൾ അത്തരം വർത്തമാനങ്ങൾ മാത്രമേ കേൾക്കുന്നുള്ളൂ. മാത്രമല്ല ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ പല രീതിയിലുള്ള കാഷ്വാലിറ്റീസ് ഉണ്ടാകുന്നു. അതായത് അത്യാഹിതങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ടും ഇരിക്കുന്നു. കാരണം ഇപ്പോൾ സൂര്യതാപമേറ്റിട്ട് അതായത് സൺബേൺ ആകുന്നു. സൺബേൺ ആയിട്ട് ആൾക്കാർ ബോധക്ഷയം സംഭവിക്കുന്നു. പിന്നെ എന്താ പറയുക, പൊള്ളൽ വരുന്നു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ പല രീതിയിലുള്ള സൂര്യാഘാതം ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നും അതുകൊണ്ട് വളരെ സൂക്ഷിക്കണമെന്ന് വാർണിംഗ് തന്നെ തന്നിട്ടുണ്ട്. എന്തായാലും കഴിയുന്നിടത്തോളം വീട്ടിൻ്റെ ഉള്ളിലിരിക്കുക. പിന്നെ ധാരാളമായിട്ട് ശീതള പാനീയങ്ങൾ കുടിക്കുക. ഏത് തരത്തിലുള്ള വെള്ളമാണെങ്കിലും കുഴപ്പമില്ല. പ്ലെയിൻ വാട്ടർ ആകാം, തിളപ്പിച്ചാറിയ വെള്ളമാകാം, കഞ്ഞി വെള്ളമാകാം, നാരങ്ങ വെള്ളമാകാം, ജ്യൂസ് തന്നെ വേണമെന്ന് യാതൊരു നിർബന്ധമില്ല. എങ്ങനെ വേണമെങ്കിലും എന്തായാലും നമ്മുടെ ദേഹത്ത് ധാരാളം ജലാംശം ബാക്കി വെക്കണം. ഹൈഡ്രേറ്റഡ് ആയിട്ട് ജീവിക്കണം. അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ സത്യം പറഞ്ഞാൽ വേറെ ഒന്നും പാചകം ചെയ്യാൻ പോലും തോന്നാത്ത അവസ്ഥയാണ്. വേറെ എന്തെങ്കിലും ഒരു കാര്യം കുക്ക് ചെയ്യണമെന്ന് വിചാരിച്ചാൽ പോലും ഈ ചൂടിൻ്റെ ഒരു അതിപ്രസരം കൊണ്ട് സത്യത്തിൽ ജോലി ചെയ്യാൻ തോന്നില്ല. അതാണ് സത്യം. അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് പോലും തണുത്ത കാര്യങ്ങൾ തയ്യാറാക്കുന്ന കാണുന്നതായിരിക്കുമല്ലോ സന്തോഷം. അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാജിക് അവനിൽ നമ്മളിങ്ങനെ തണുത്ത കാര്യങ്ങളിലേക്ക് പോവാണ്. അപ്പോൾ ഇന്ന് കുറച്ച് ഐസ്ക്രീംസ് തയ്യാറാക്കാം. എന്ത് പറയുന്നു? ഐസ്ക്രീംസ്. അപ്പോൾ ഇതൊരു വ്യത്യസ്തമായ ഐസ്ക്രീമാണ്. കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. നമ്മൾ പലതരം ഐസ്ക്രീംസ് ഇതിനു മുന്നേയും കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് വ്യത്യസ്തമായ ഐസ്ക്രീം. ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ചോക്ലേറ്റ് ബനാന ഐസ്ക്രീം. ചേരുവകൾ: റോബസ്റ്റ പഴം 2 വലുത്, വട്ടത്തിലരിഞ്ഞ് കവറിലാക്കി അല്ലെങ്കിൽ ഏതെങ്കിലും കണ്ടെയ്നറിലാക്കി ഫ്രീസ് ചെയ്തെടുത്തത്. ഡാർക്ക് ചോക്ലേറ്റ് ചോപ്പ് ചെയ്തത് 100 ഗ്രാം, ഫ്രഷ് ക്രീം 1/2 കപ്പ്. അപ്പോൾ നമ്മളുടെ ഐസ്ക്രീംസ് തയ്യാറാക്കി തുടങ്ങാം. അപ്പോൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ചോക്ലേറ്റ് ഫ്ലേവേർഡ് ഐസ്ക്രീമാണ്. അപ്പോൾ ചോക്ലേറ്റ് ഫ്ലേവേർഡ് എന്ന് പറയുമ്പോൾ സാധാരണയായിട്ട് ഐസ്ക്രീമിൽ നമ്മൾ വിപ്ഡ് ക്രീം അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ, പിന്നെ മിൽക്ക് മെയ്ഡ് അല്ലെങ്കിൽ പാല്, വേറൊരു കസ്റ്റേർഡ് ഉണ്ടാക്കി അങ്ങനെയൊക്കെയല്ലേ ചെയ്യും. ഇത് ഭയങ്കര സിമ്പിളാണ്. ഇത് സത്യം പറഞ്ഞാൽ ക്രീമിൻ്റെ ആവശ്യം പോലും ഇല്ല. പാലായാലും മതി, ഒരല്പം പാല്. പക്ഷേ ഞാനിവിടെ കുറച്ചുകൂടെ റിച്ച് ആക്കാനായിട്ട് ഫ്രഷ് ക്രീം ഒരല്പം ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ഒരു ബ്ലെൻഡറിലേക്ക് പഴം എന്ന് പറഞ്ഞാൽ റോബസ്റ്റ പഴം, അതാണ് സത്യത്തിൽ ഇതിൻ്റെ ബേസ്. അപ്പോൾ ഇതൊരു ബനാന ചോക്ലേറ്റ് ഐസ്ക്രീമാണ്. അപ്പോൾ റോബസ്റ്റ പഴം 2 വലുതെടുത്തിട്ട് വട്ടത്തിനരിഞ്ഞ് ഒരു കവറിലാക്കിയിട്ട് ഒരു സിപ്പ് ലോക്ക് കവറിനകത്താക്കി ഫ്രീസറിൽ വെച്ചാൽ അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇത് ഫ്രോസൺ ബനാനാസ്, അതുകൊണ്ടാണ് ഈ കളർ ഇച്ചിരി മാറിയിരിക്കുന്നത്. അത് 2 വലിയ പഴം. അതിനകത്തേക്ക് ചോക്ലേറ്റ്, ഇത് 100 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റാണ് ചേർക്കുന്നത്. പിന്നെ മധുരം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാര ചേർക്കാം, അല്ലെങ്കിൽ ഹണി ചേർക്കാം. അത് ഈ 3 ഐസ്ക്രീമിനും നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചാണ് അതിൻ്റെ മധുരം ക്രമീകരിക്കേണ്ടത്. ഇതിപ്പോൾ ഞാൻ എന്തായാലും ഒരു 1/2 കപ്പ് ഫ്രഷ് ക്രീം എടുത്ത് വെച്ചിട്ടുണ്ട്. അത് കുറച്ച് ചേർക്കാം. മുഴുവനും ആദ്യമേ ചേർക്കണം എന്നില്ല, കുറേശ്ശെ ചേർക്കാം. ഇനി ഓൺ ചെയ്യാം. ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് ശരിക്കും ബ്ലെൻഡ് ചെയ്യുമ്പോൾ ഇത് ഫ്രോസൺ ബനാനാസാണ്, അതാണ് ഒരു പ്രധാന കാര്യം. അതുകൊണ്ട് തന്നെ കുറച്ച് ഈ ഐസ് ക്യൂബ്സൊക്കെ ഇട്ട് നമ്മൾ ബ്ലെൻഡ് ചെയ്യുന്ന പോലൊരു ആ ഒരു സൗണ്ടാണ് കേൾക്കുന്നത്. അതിൻ്റെ കൂടെ ചോക്ലേറ്റും. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് ബ്ലെൻഡായോ എന്ന് നോക്കുക. ആയിക്കഴിഞ്ഞെങ്കിൽ ഫ്രോസൺ ബനാനാസാണ്, അതാണ് അതിൻ്റെ കാര്യം. ഒരു അല്പം കൂടി ആകാനുണ്ട്. ഒരു മിനിറ്റ്, നമുക്കൊന്നുകൂടി
അപ്പോൾ നമ്മുടെ ബ്ലെൻഡിങ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഫ്രോസൺ ബനാനാസ് ആയതുകൊണ്ടാണ് ഈ ഒരു കട്ടി പോലെ ഇങ്ങനെ ആദ്യം നമ്മളിങ്ങനെ ബീറ്റ് ചെയ്ത് തുടങ്ങുമ്പോൾ ഇങ്ങനെ തട്ടി ശബ്ദം കേൾക്കും, ഒരു ഐസ് ക്യൂബ് പോലെ. നല്ല ഫ്രോസൺ ആയിരിക്കുന്നതുകൊണ്ടാണ്. പിന്നെ ഇതിൽ പഞ്ചസാരയുടെ ആവശ്യം ഇല്ല, ആക്ച്വലി നല്ല മധുരമുണ്ട്. കാര്യം ചോക്ലേറ്റിൻ്റെ ഒരു മധുരവുമുണ്ട്, പഴം നല്ല മധുരമല്ലേ, അതാണ്. അപ്പോൾ ഇനി ഇത് നല്ല ബ്ലെൻഡായി കഴിഞ്ഞു. ഇനി നമ്മളൊരു കണ്ടെയ്നറിലേക്ക് ഇത് മാറ്റുന്നു. നല്ല ക്രീമി ആയിട്ടാണ് ഇരിക്കുന്നത്, കണ്ടല്ലോ, വെരി ക്രീമി. നല്ലൊരു ക്രീമി ടെക്സ്ചറായിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ ചോക്ലേറ്റ് ബനാന ഐസ്ക്രീമിൻ്റെ മിക്സ്. ഇനി ഇത് ചെയ്യേണ്ടത്, ആ കണ്ടെയ്നർ അടയ്ക്കുന്നു, ഇത് ഫ്രീസറിലേക്ക് മാറ്റുന്നു. നല്ല ഫ്രോസൺ ആയി കഴിയുമ്പോൾ നമ്മുടെ ഐസ്ക്രീം റെഡിയാകും.